നമസ്കാരം. നമ്മുടെയൊക്കെ പെൺമക്കളും ആൺമക്കളും ഇന്ന് പൊതുജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇന്ന് ഈ നാട്ടിൽ ആത്മഹത്യകൾ പെരുകുന്നത്. സ്നേഹം കൊടുത്ത് വളർത്തിയ മാതാപിതാക്കൾ, സ്നേഹം ആവോളം തിരിച്ചു കൊടുക്കുന്ന മക്കൾ, അവരൊക്കെ വിദ്യാഭ്യാസത്തിനായി പല ഭാഗങ്ങളിലേക്ക് തിരിക്കുന്നു. അവിടെ നിന്നും അവർക്ക് കിട്ടുന്ന സ്നേഹം സ്വന്തം മാതാപിതാക്കൾ കൊടുത്ത സ്നേഹത്തെക്കാട്ടിയും മഹത്തരമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ചില വെട്ടുകളിലും കുരുക്കുകളിലും ഒക്കെ ചെന്ന് വീഴുകയാണ് പതിവ്. അവിടെ നിന്ന് അവർ ചെന്ന് പതിക്കുന്നത് ലവ് ജിഹാദ് പോലെയുള്ള ചില സംഭവങ്ങളിലേക്കും. നമ്മുടെയൊക്കെ രക്ഷാകർത്താക്കൾ വളർത്തുന്ന ആൺമക്കൾ തന്നെയാണ് ഈ പെൺമക്കളെ കൊണ്ടുപോയി ചില ഏടാകൂടങ്ങളിൽ പെടുത്തുന്നതും. അതുപോലെ നമ്മളൊക്കെ പൊന്നുപോലെ നോക്കുന്ന നമ്മുടെ മക്കളാണ് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തെക്കാട്ടിയും മൂല്യമേറിയ സ്നേഹം മറ്റ് പലരും കൊടുക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് ചില വഴിപിഴച്ച യാത്രകൾ നടത്തുന്നത്. സ്വന്തം മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ മാനഹാനി തിരിച്ചറിയുന്ന അവർ അവസാനം അവരുടെ ജീവൻ ഒടുക്കുവാൻ തയ്യാറാകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നാം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് മനുഷ്യൻ അവൻ്റെ ജീവിത രീതികളെ മറക്കുമ്പോൾ, ആധ്യാത്മിക രീതികൾ പോലും മറന്നു പോകുമ്പോൾ, അവൻ്റെ സ്ഥാനത്തിന് വേണ്ടി സ്വന്തം മക്കളെ കുരുതി കൊടുക്കുന്നു എന്ന് തന്നെയാണ് അവസാനം നാം കണ്ടെത്തുന്നത്. ആവോളം ചർച്ചകൾ നുകർന്നും പകർന്നും നാം മാധ്യമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. നാം നമ്മുടെ സ്ഥാനമാനത്തിന് വേണ്ടി നാം സംഘടനകളെ പടുത്തുയർത്തുന്നു. നാം ആ സംഘടനകളിൽ നമ്മുടെ ബന്ധുക്കളെ തിരികെ കയറ്റുന്നു. അവിടെ നിന്നും രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ മാന്യമായ സംസ്കാരം ഇല്ലാതെയാക്കുവാൻ നാം തന്നെ പരിശ്രമിക്കുന്നതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ ആത്മഹത്യകൾ പെരുകി വരാനുള്ള കാരണം. നാം നമ്മെ കുറ്റപ്പെടുത്തുവാൻ തയ്യാറാകാതെ വരുമ്പോൾ, നാം നമ്മുടെ സംസ്കാരത്തെ കുറ്റപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ, അവിടെ നിന്നും മതങ്ങളും ജാതികളും വർണ്ണങ്ങളും ഒക്കെ പുറപ്പെടുന്നു. അവിടേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ നാം വിധിക്കപ്പെടുന്നു. തീർച്ചയായും ആത്മഹത്യയിലൂടെ വളർന്നു വരുന്ന കേരള സംസ്കാരത്തിന് ഒരു മാറ്റം വേണമെങ്കിൽ ഇന്നത്തെ എല്ലാ തലമുറകളും അവരുടെ ജീവിത രീതിയെ മാറ്റിമറിക്കുക തന്നെ വേണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഹരി ഓം.